അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. വിശുദ്ധമാക്കപ്പെട്ട നോമ്പ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ മഹത്വം, അതിൻ്റെ ബഹുമാനം നമ്മോട് പറഞ്ഞത് അസ്സൗമു ലീ വ അന അജ്സീ ബിഹി, നോമ്പ് അത് എനിക്കുള്ളതാണ്, അതിൻ്റെ പ്രതിഫലം കണക്കാക്കുന്നവൻ ഞാനാണ് എന്ന് പറയുമ്പോൾ മറ്റു ഇബാദത്തുകളെല്ലാം അതെല്ലാം അള്ളാഹുവിന് വേണ്ടി തന്നെയാണ് നാം നിർവഹിക്കുന്നത്. പക്ഷേ നോമ്പിന് അക്കൂട്ടത്തിൽ വലിയ പ്രാധാന്യമുള്ളതുകൊണ്ട്, വലിയ സ്ഥാനമുള്ളതുകൊണ്ട്, ബഹുമാനമുള്ളതുകൊണ്ട് തന്നെ അല്ലാഹു തആല പ്രത്യേകം അതിനെ എടുത്തു പറഞ്ഞ് അതിൻ്റെ ആ മഹത്വം നമ്മെ അറിയിക്കുകയാണ്. കാരണം മറ്റു ഇബാദത്തുകളെപ്പോലെ അല്ല നോമ്പ്. അത് അള്ളാഹുവും നോമ്പനുഷ്ഠിച്ച വ്യക്തിയും മാത്രമാണ് അതിൻ്റെ നിജസ്ഥിതികൾ അറിയുന്നവൻ. ഈ വ്യക്തിക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്നൊരു വ്യക്തിയുടെ മുഖത്ത് നോക്കി നമുക്ക് പറയാൻ സാധ്യമല്ല. എന്നാൽ അള്ളാഹുവിനറിയാം ഇയാൾ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടോ ഇല്ലേ. നോമ്പനുഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ പകലന്തിയോളം പട്ടിണി അടക്കലല്ല യഥാർത്ഥത്തിൽ നോമ്പ്. അത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അന്നപാനീയങ്ങൾ ഒഴിവാക്കലോടൊപ്പം തന്നെ ഹറാമായ സംസാരങ്ങൾ, അത്തരം നോട്ടങ്ങൾ, ഹറാമായ പ്രവർത്തനങ്ങൾ, ചിന്തകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു വ്യക്തി മാറി നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രഭാതം മുതൽ മഗ്രിബ് വരെ അന്നപാനീയങ്ങളും പറയപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർണ്ണമായി വെടിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നോമ്പുകാരനായി തീരുന്നത്. അങ്ങനെ റബ്ബിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഒരു വ്യക്തി നോമ്പനുഷ്ഠിച്ച് അത് ആ നോമ്പ് പൂർത്തീകരിക്കാൻ കഴിയുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന സന്തോഷം അത് വല്ലാത്ത ഒരു അനുഭൂതി തന്നെയാണ്. അതുപോലെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നോമ്പിൻ്റെ പ്രതിഫലം കണക്കാക്കപ്പെടുന്നത് അള്ളാഹുവാണ്. അപ്പോൾ എത്രയാണ് ആ നോമ്പിൻ്റെ പ്രതിഫലം അള്ളാഹു തആല തരിക? അപ്പോൾ റബ്ബിനെ നേരിട്ട് കാണുമ്പോൾ എത്രയായിരിക്കും എൻ്റെ യജമാനാകുന്ന റബ്ബ്, അവന് വേണ്ടി ഞാൻ അനുഷ്ഠിച്ച നോമ്പിൻ്റെ പ്രതിഫലം എനിക്ക് നൽകുക എന്ന നിലക്ക് റബ്ബിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. ഇങ്ങനെ രണ്ട് സന്തോഷങ്ങൾ നോമ്പനുഷ്ഠിച്ച വ്യക്തിക്ക് ഉണ്ട് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി ഇമാം ബുഖാരി, മുസ്ലിം റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്നതായി കാണാം, ലിസ്വാഇമി ഫർഹത്താനി, നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിച്ചു, ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഒരു സന്തോഷം അദ്ദേഹം നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ്. ഇവിടെ മഹാന്മാരാകുന്ന ഉലമാക്കൾ വിശദീകരിച്ച് പറഞ്ഞത് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് വെച്ചാൽ അല്ലാഹു തആല നിർദ്ദേശിച്ച, അവൻ കൽപ്പിച്ച രൂപത്തിൽ തഖ്വയിൽ അധിഷ്ഠിതമായി കൊണ്ട് ഒരു ദിവസത്തിൽ നോമ്പ് പൂർത്തീകരിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമാണ്. നോമ്പ് ഫസാദാകുന്ന ഒരു കാര്യവും, ഒരു വാക്കോ, ഒരു പ്രവർത്തനമോ, ചിന്തയൊന്നും വരാതെ പൂർണ്ണമായും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി അവൻ സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ നോമ്പ് പൂർത്തീകരിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷം അതാണ് എന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് പറഞ്ഞത് വൈന്ദ ലിഖാഇഹി, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷം, റബ്ബ് കണക്കാക്കിയ ആ വലിയ പ്രതിഫലം, ആ വലിയ സവാബ് അത് വാങ്ങിയെടുക്കാൻ അദ്ദേഹം റബ്ബിനെ നേരിട്ട് കാണുമ്പോഴുണ്ടാകുന്ന ആ അടങ്ങാനാവാത്ത സന്തോഷം, ഈ രണ്ട് സന്തോഷവും നോമ്പുകാരന് പ്രത്യേകമായി അല്ലാഹു തആല നൽകുന്നതാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നാം അനുഷ്ഠിക്കുന്ന നോമ്പ് ആ രൂപത്തിലുള്ള നോമ്പായി തീരണം. എങ്കിൽ മാത്രമാണ് ഈ പറയപ്പെട്ട പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. റഹ്മാനുർ റഹീമായ റബ്ബ് നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.